കോൺഗ്രസ് പിളരുമോ വളരുമോ അതോ ചരിത്രം ആവർത്തിക്കുമോ? ചോദ്യങ്ങളുടെ മുനയിലാണ് കോൺഗ്രസ്. വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത്. KM മാണിയുടേതാണ് ഈ വാക്കുകൾ. ഈ വാക്കുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ അന്വർത്ഥമാക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആയിരിക്കും. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വീണ്ടും ഒരു പിളർപ്പുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവചനം രാജ്യമെങ്ങും ചർച്ചയായിരിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തരം 20-ൽ പിളർപ്പുകൾ കണ്ടിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ അവയിൽ പാർട്ടിയുടെ ഗതി നിർണയിച്ചതും ചരിത്രത്തെ മാറ്റിമറിച്ചതുമായ 2 സുപ്രധാന പിളർപ്പുകൾ ഉണ്ടായിരുന്നു. അവയുടെ എല്ലാം കേന്ദ്രബിന്ദു ഇന്ദിരാഗാന്ധി എന്ന ഉരുക്ക് വനിതയായിരുന്നു. 1969, 1978 വർഷങ്ങളിൽ ഇന്ദിരാഗാന്ധി പങ്കെടുത്ത 2 സുപ്രധാന പിളർപ്പുകളാണ് കോൺഗ്രസിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത്. എന്നാൽ ഈ ചരിത്രം ഇപ്പോൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ? പാർട്ടിക്കുള്ളിൽ പിളർപ്പ് കൊണ്ടുവരാൻ തക്ക ധൈര്യവും ഇച്ഛാശക്തിയുമുള്ള ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിൽ ഉണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഗതി നിർണയിച്ച 2 സുപ്രധാന പിളർപ്പുകൾ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു. 1969-ലെ കോൺഗ്രസ് R രൂപീകരണം, സിൻഡിക്കേറ്റ് എന്നറിയപ്പെടുന്ന പഴയ പാർട്ടി നേതാക്കളുമായുള്ള അധികാര പോരാട്ടമാണ് ഈ പിളർപ്പിലേക്ക് നയിച്ചത്. ബാങ്കുകളുടെ ദേശസൽക്കരണം പോലുള്ള ഇന്ദിരാഗാന്ധിയുടെ ഇടതുപക്ഷ ആശയങ്ങളോട് അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നു. VV ഗിരിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണച്ച ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടെ കോൺഗ്രസ് R അല്ലെങ്കിൽ പുതിയ കോൺഗ്രസ് പിറന്നു. 1978-ലെ കോൺഗ്രസ് I രൂപീകരണം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിക്ക് കനത്ത പരാജയം നേരിട്ടതോടെ പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. പ്രതിസന്ധിക്ക് നേരിട്ട് കുറ്റപ്പെടുത്തപ്പെട്ട ഇന്ദിരാഗാന്ധി രാജിവെച്ച് യഥാർത്ഥ കോൺഗ്രസ് എന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ് I രൂപീകരിച്ചു. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന കോൺഗ്രസ് പാർട്ടി. 1978-ന് ശേഷം നിരവധി പേർ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. എന്നാൽ അത് മറ്റൊരു കോൺഗ്രസ് രൂപീകരിക്കുന്നതിനായിരുന്നില്ല. ശരത് പവാറിന്റെ NCP, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പ്രാദേശിക പാർട്ടികൾ രൂപീകരിക്കുന്നതിനാണ് പിന്നീട് പല നേതാക്കളും കോൺഗ്രസ് വിട്ടത്. സ്വന്തമായി വഴി തിരഞ്ഞെടുത്തെങ്കിലും പിന്നീട് പലപ്പോഴും കോൺഗ്രസിന് പിന്തുണ നൽകാൻ അവർ സഹകരിക്കുകയും ചെയ്തു. ബീഹാറിലെ തോൽവിക്ക് പിന്നാലെ സംസാരം ഉയർന്നിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഒരു പിളർപ്പ് അസാധ്യമാണെന്ന് മറ്റു ചില പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. 1969-ലും 1978-ലും ഇന്ദിരാഗാന്ധിക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. തന്നോടൊപ്പം ഇറങ്ങി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആളുകളുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഇന്നത്തെ ഒരു നേതാവിനും ആ ആത്മവിശ്വാസം ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിനെ പിളർത്താൻ കഴിയുന്ന ഒരു നേതാവ് ആരാണെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. കപിൽ സിബൽ, ഗുലാം നബി ആസാദ് തുടങ്ങിയ നേതാക്കൾ നയിച്ച G23 കലാപം പോലും ഒരു പിളർപ്പ് സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടു. എന്നാൽ അത് പാർട്ടിക്കുള്ളിൽ പ്രസക്തിക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമായിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിയിൽ രണ്ടാമതൊരു ശക്തി കേന്ദ്രം ഉയർന്നു വരാൻ അനുവദിച്ചിട്ടില്ല. മല്ലികാർജുൻ ഖാർഗെ പ്രസിഡന്റ് ആണെങ്കിലും ഗാന്ധി കുടുംബമാണ് അന്തിമ ശക്തി കേന്ദ്രം എന്നതാണ് വസ്തുത. ഗാന്ധി കുടുംബത്തെ ചോദ്യം ചെയ്യുന്നവരുടെ വിശ്വസ്തത പോലും ചോദ്യം ചെയ്യപ്പെടും എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. കോൺഗ്രസിനെ പിളർത്തി മറ്റൊരു കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിവുള്ള നേതാക്കൾ ഇന്ന് ഇല്ലെന്നു തന്നെ പറയാം. ഒറ്റപ്പെട്ട പലായനങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കോ ഇനിയും ഉണ്ടാവും. എന്നാൽ ചരിത്രത്തിൽ എന്ന പോലെ ഒരു വലിയ പിളർപ്പ് സൃഷ്ടിക്കാൻ കോൺഗ്രസിന് മറ്റൊരു ഇന്ദിരാഗാന്ധിയെ ആവശ്യമാണ്. പക്ഷേ ഇനി അങ്ങനെ ഒരു നേതാവ് ഉയർന്നു വരുമോ? ആ രാഷ്ട്രീയ ഇടം ഇന്ന് കോൺഗ്രസിൽ കാണുന്നില്ല എന്ന നിരീക്ഷണമാണ് രാഷ്ട്രീയ അധികായന്മാർ പങ്കുവെക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ ചോദ്യചിഹ്നമായി കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുന്നു. മുൻപ് കോൺഗ്രസ് പിളർന്നപ്പോഴെല്ലാം ഒരു ശക്തിയുടെ കേന്ദ്രം മറ്റൊരിടത്തേക്ക് മാറുക മാത്രമാണ് ചെയ്തത്. കോൺഗ്രസ് ഒരു നദിയായിരുന്നുവെങ്കിൽ ഇന്ദിര ഓരോ തവണയും അതിന്റെ ഗതി മാറ്റിയെന്ന് പറയാം. ഇന്നത്തെ കോൺഗ്രസ് ഒരു നിശ്ചലമായ തടാകം പോലെയാണ്. ഗാന്ധി കുടുംബം എന്ന കേന്ദ്ര ബിന്ദു അവിടെയുണ്ട്. പക്ഷേ ആ തടാകത്തിന്റെ ഉപരിതലത്തിൽ മറ്റൊരു ശക്തി കേന്ദ്രത്തിന്റെയോ പാർട്ടിയുടെയോ ഒഴുക്ക് തിരിച്ചുവിടാൻ കെൽപ്പുള്ള മറ്റൊരു ഇന്ദിരാഗാന്ധിയുടെയോ പ്രതിബിംബം പോലും അവിടെയില്ല. അതുകൊണ്ട് ഇനി കോൺഗ്രസ് നേരിടാൻ പോകുന്നത് ഒരു മാസ്മരിക പിളർപ്പല്ല, മറിച്ച് ചെറിയ ചില ചോർച്ചകളാണ്. ഒരു വലിയ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ ഒറ്റപ്പെട്ട നേതാക്കൾ സ്വന്തമായി വഴി തേടി പോകാം.
കോൺഗ്രസ് വളരണമെങ്കിൽ അത് പിളർന്ന് പുതിയ രൂപം പ്രാപിക്കുകയോ അല്ലെങ്കിൽ നിലവിലെ നേതൃത്വത്തിന് താഴെ ഇന്ദിരാഗാന്ധി സ്പാർക്ക് പോലുള്ള ഒരു പുതിയ തലമുറ നേതാവിനെ സൃഷ്ടിക്കുകയോ ചെയ്യണം. വീണ്ടും ഒരു കൊടുങ്കാറ്റിൽ പിളർന്നു വളരാൻ കോൺഗ്രസ് നിർബന്ധിതമാകുമോ എന്ന ഉത്തരം കാത്തിരുന്നു കാണാം.